കഴിഞ്ഞ 1000 കൊല്ലമായി വലിയ അവസ്ഥയിലൂടെയാണ് ഭാരതീയർ കടന്നു വന്നത്. സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായ ഒരു ഒരു വളർച്ചയിലെത്താനോ സാധ്യമല്ലാത്ത വിധം അടിമയായിപ്പോയി. അങ്ങനെ അടിമയ്ക്കൊരിക്കലും ചിന്തിക്കാനാവില്ല. അടിമ അവൻ്റെ യജമാനൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചിന്തിക്കാൻ തന്നെ ശേഷിയുള്ളൂ. ഒന്നും പ്രവർത്തിക്കാനാവില്ല. ഒരു പുതിയ കണ്ടെത്തലും സാധ്യമല്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് കഴിഞ്ഞ 1000 കൊല്ലം. അത് പുറത്തുനിന്നാരും ചെയ്ത അല്ല. ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം പുരോഹിതർ വരുത്തിക്കൂട്ടിയ ഈ ജാതി വ്യവസ്ഥിതി ആൾക്കാരെ അനേക കഷ്ണങ്ങളായിട്ട് തിരിച്ചതുകൊണ്ട് പറ്റിയ ഒരു വലിയ അപകടമാണത്. അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന അക്രമത്തെ ചെറുത്ത് നിൽക്കാൻ ഇവിടെ ജനം സംഘടിച്ചില്ല. അതാണ് അടിമയായിപ്പോയത്. ആ അടിമ അനുഭവിക്കേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു ഭാരതീയ ജനത. അതായത് ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ വന്നു. അതിനു മുൻപ് ഭാരതം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു. രാഷ്ട്രമല്ല, ഒരു പ്രദേശമായിരുന്നു. അന്ന് രാഷ്ട്രം പ്രത്യേകമായിട്ടില്ല. 1000 കൊല്ലം മുമ്പ് ഏറെക്കുറെ ഒരു ഏരിയ ഒരു രാജാവിൻ്റെ കീഴിൽ എന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ അനേക രാജാക്കന്മാരുണ്ടായിരുന്നു. യോഗികൾ ഇത്തരം അടിമയാകാൻ അവരൊരിക്കലും തയ്യാറല്ലായിരുന്നു. അവർ വനവാസികളായി ജീവിച്ചു. ഒരു രാജ്യത്ത് വന്ന് താമസിച്ചാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. അവിടുത്തെ നിയമത്തിന് കീഴിലായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അത് സഹിക്കാനാവുന്ന അതുപോലെയുള്ള ചെറിയ മനസ്സുള്ള ആൾക്കാരായിരുന്നില്ല യോഗികൾ. അവരും ആകാശത്തോളം വളർന്ന അസാമാന്യ പ്രതിഭകളുടെ ഉടമകളായിരുന്നു. അവർ സ്വതന്ത്രമായിട്ട് വനത്തിൽ താമസിച്ചു. 10,000 ആൾക്കാർ. ഒരിക്കൽ പോലും വാൽമീകിയോ നമ്മുടെ വേദവ്യാസനോ കൊട്ടാരത്തിൽ താമസിച്ചിട്ടില്ല. സന്ദർശനം നടത്തിയിട്ടുണ്ട്. കാര്യം അവർക്ക് അവിടെ എല്ലാ പദവിയോടും കൂടി എല്ലാ സൗകര്യത്തോടും കൂടി താമസിക്കാമായിരുന്നു. അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. അവർ സ്വതന്ത്രമായിട്ട് അവർക്ക് ചിന്തിക്കണം, സ്വതന്ത്രമായിട്ട് ജീവിക്കണം, തനിയെ ചിന്തിക്കണം. ആരെയും സപ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറില്ല. അതിനുള്ള പ്രതിഭയുള്ളവരവരൊക്കെ. അതുപോലുള്ള 10,000 യോഗികളാണ് വനങ്ങളിൽ താമസിച്ചിരുന്നത്. അവരുടെ സൃഷ്ടികളാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് ഭാരതീയ ജനത. അവയാണ് ഉപനിഷത്തുകളെല്ലാം അങ്ങനെ ഉണ്ടായതാണ്. ഒരു ഉപനിഷത്ത് ചെറുതൊക്കെ ആണ്, പക്ഷേ ഭയങ്കര ആശയങ്ങളായിരിക്കും. 10 ശ്ലോകങ്ങളൊക്കെയുള്ള ഉപനിഷത്തുകളുണ്ട്. ചെറിയൊരു ബുക്കുകളാക്കിയപ്പോൾ അതുപോലുള്ള ഗൗരവമുള്ള ആശയങ്ങളാണ്. അതിൽ നിന്നൊക്കെ വിമാനശാസ്ത്രം ഉൾപ്പെടെ പലതുമുണ്ട്, രാജ്യതന്ത്രവും എല്ലാം ഉണ്ട്. അതിൽ പ്രായോഗിക തലത്തിലേക്ക് എത്തേണ്ടത്ര സൗകര്യമായി വന്നപ്പോഴേക്കാണ് അടിമപ്പെട്ടു പോയത്. അല്ലെങ്കിൽ പ്രാവർത്തിക തലത്തിൽ അതെല്ലാം ആക്കിയെങ്കിൽ ഇന്നത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ എത്തുമായിരുന്നു. അത് അന്ന് അടിമയായിപ്പോയാൽ നമ്മൾ തന്നെ തയ്യാറാണ്. അടിമയായിപ്പോയാൽ പിന്നെ ഒന്നും സാധ്യമല്ല, ഒന്നും പ്രാവർത്തികമാക്കിയില്ല. ആ ഒരു 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 ദുര്യോഗമാണ് ഭാരതത്തിന് ഉണ്ടായത്. അത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കാര്യത്തിൽ യോഗികളെക്കാൾ ഒട്ടും പുറകിലല്ല ഭാരതീയ ജനത. ഭാരതീയ ജനത പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മനസ്സുകൊണ്ടവരെ. മറ്റൊരാളുടെ അടിമയായിരുന്നപ്പോഴും അവരുടെ ജീനിൽ അടിഞ്ഞുകൂടി ഉറച്ച് സ്വതന്ത്രമായ ചിന്തയും സ്വന്തമായി ആശയങ്ങൾ രൂപപ്പെടുത്തുക, ആ ആശയങ്ങൾ പോറ്റി വളർത്തി കൊണ്ടുവന്നവരാ. അത് ജീനിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ഇന്നും ഭാരതീയ ജനതയിൽ. അത് കഴിഞ്ഞ അടുത്ത കാലത്ത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാപിച്ചു. ഇപ്പോൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ട് ആർക്കും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിയമം ബാധകമാണ് എല്ലാവർക്കും, അത് വേണമല്ലോ. ആ നിയമമല്ല, നമ്മൾക്ക് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുള്ളവരാണ്. അതുകൊണ്ടാണ് എപ്പോഴും കൂട്ടിച്ചേർന്ന് എല്ലാവരും ഈ സംഘടിക്കാൻ അല്പം വിമുഖത കാണിക്കുന്ന ഈ ഒരു പ്രതിഭ കൂടിപ്പോയതുകൊണ്ടാണ്.
സ്വതന്ത്ര ചിന്താഗതി, പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അമിതമായ ആ വാഞ്ച അത് ഓരോ ജീനിലും ഉറങ്ങിക്കിടക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് പറ്റാത്തത്. ചെന്നായ്ക്കൾ കൂട്ടമായിട്ടേ ആക്രമിക്കാറുള്ളൂ ഇരകളെ പിടിക്കാൻ. എന്നാൽ സിംഹങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് ഇര പിടിക്കാൻ പോകുന്നത് എന്ന വ്യത്യാസം കൂടെ നമ്മൾ ഓർക്കണം ഈ സമയത്ത്. അതായത് തനിയെ നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും നമുക്കൊരിക്കൽ പറ്റിയ അബദ്ധം ഈ കൂട്ടിച്ചേരാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട് ഇതിലൂടെ അന്യമിൻ്റെ അടിമയായിപ്പോയി. ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിപൂർവ്വം ഇടപെടേണ്ട കാര്യമുണ്ട്. ഇനി ഒത്തുചേർന്ന് തന്നെ മുന്നോട്ട് പോകണം. പോന്നെങ്കിലേ നമ്മളുടെ രാജ്യം ശക്തി പ്രാപിക്കുകയുള്ളൂ. അപ്പം ഇത്തരം ഈ കെണികൾ, അതായത് ഈ അന്യൻ്റെ ചിന്ത കൊണ്ടു നടക്കുന്ന ആ പ്രവൃത്തി ഇന്നുമില്ല. എല്ലാ ഉപനിഷത്തുകളും ഒന്നൊന്നിനും വ്യത്യാസമാണ്. അനേക ചിന്തകളാണ്. നമ്മളുടെ ബുദ്ധിക്കും നമ്മളുടെ ആ കഴിവിനും അനുസരിച്ച് ഏതും നമുക്ക് തിരഞ്ഞെടുക്കാം, എന്തും എടുക്കാം. കൃത്യമായ ഒരാളിൽ നിന്ന് വന്ന ഒരാശയമില്ല ഇതിൽ. പ്രകൃതിയുടെ നിയമങ്ങൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ച് നിയമങ്ങളനുസരിച്ചാണ് ഈ സനാതനധർമ്മം മുന്നോട്ട് പോകുന്നത്. അതിൽ ഓരോ വ്യക്തിക്കും കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വേർതിരിച്ചെടുക്കാം, അതനുസരിച്ച് ജീവിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പൂർണ്ണ സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവം ഒരു സുഖമുള്ള കാര്യമാണ്. എപ്പോഴും ഒരാളുടെ കീഴിലായിരുന്ന ചിന്താശക്തി നഷ്ടപ്പെടും. വലിയ ആൾക്കാരും കീഴിലല്ല. കീഴിൽ നിന്ന് ഒരു ലോകത്തിൽ ഒരിടത്തിൽ മതത്തിൻ്റെ അടിമയായി പോയാൽ പോലും അവന് പ്രതിഭ വികസിക്കുകയില്ല. നമ്മുടെ വലിയ ലോകശാസ്ത്രജ്ഞന്മാരായാലും മതവിശ്വാസികളൊന്നുമല്ല, ആരും അല്ലായിരുന്നു. ഇന്ത്യയിലുള്ളതും അങ്ങനെ തന്നെ. അവർ മതത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല ഇന്ത്യയിലെ പ്രതിഭകളാരും. എന്നാൽ പുറത്ത് ലോകത്തിൽ ഒരിടത്തും അങ്ങനെ മതവിശ്വാസികളല്ല അവർ. മതമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചിമ്മിനകത്ത് ഇട്ടടച്ചതുപോലുള്ള ചിന്തയെ വരുവുള്ളവർക്ക്. അതല്ല, തനിയെ ചിന്തിക്കണമെങ്കിൽ ഇതുപോലുള്ള ആവശ്യമില്ലാത്ത നിയമങ്ങൾ, അതായത് രാജ്യത്തൊരു നിയമമുണ്ട്. അത് നമ്മളുടെ അനേക പേര് കൂടി കുറ്റമറ്റ് ചെയ്യാവുന്ന മനുഷ്യൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ഇത്രയും പേര് കൂടി തീരുമാനിച്ചൊരു നിയമമാണ്. അത് നമ്മളെല്ലാം അംഗീകരിച്ച നിയമങ്ങളാണ്. അല്ല, മതത്തിൻ്റെ അങ്ങനെയല്ല. മതം ഉണ്ടായ കാലത്തുള്ള നിയമങ്ങളാണ്. ഭാരതത്തിലുള്ള ധാരാളം നിയമങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും അനുസരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നില്ല. അത് അക്കാലത്തുള്ളതാണ്. ഇക്കാലത്ത് രാമായണത്തിലെ തിയറി അനുസരിച്ച് നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? അതിനകത്ത് തത്വങ്ങൾ എടുക്കണം, ആശയങ്ങൾ എടുക്കണം. ഇക്കാലത്തെ നിയമം വേറെയാണ്, അതനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പം എല്ലാ സ്വാതന്ത്ര്യമുള്ളൊരു ജനതയാണ് ഭാരതീയ ജനത. ലോകത്തിൽ നിന്നുള്ളതിൽ ഏറ്റവും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരും ചിന്താശേഷി അവരിൽ ഉള്ളവരുമാണ് ഇതുവരെ. ഈ 1000 കൊല്ലത്തെ അടിച്ചമർത്തൽ കാരണമാണ് അവ ഒതുങ്ങിക്കിടന്നത്. ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ഇപ്പോഴാ ഉണർന്നിൻ്റെ ഒരു വ്യക്തിയിലൂടെ അത് പ്രകടമായിട്ട് കണ്ടോ. കാരണം കഴിഞ്ഞ 75 കൊല്ലമായിട്ട് നമ്മൾ വികസനത്തിൻ്റെ ഒരു പാതയിലാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരാളിലൂടെ അത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു നല്ല പങ്ക് പ്രസിപ്പോടുകൂടി നമ്മുടെ ഈ സംസ്കാരം പുറത്തു വന്നത് കണ്ടോ. കഴിവ് കുറവ് വന്നാലും കാണുന്നുണ്ടോ? ലോക ജനത അംഗീകരിച്ച് ഒരു വ്യക്തിയായില്ലേ? നമ്മുടെ മോദിജി അങ്ങനെ ആയില്ലേ? നമുക്കതേ പ്രതിഭയുള്ളവരാണ് എല്ലാ വ്യക്തികളും. ഇന്ന് വനത്തിൽ താമസിക്കുന്നവരെ സാഹചര്യം ഇല്ലെന്നിട്ട് അവരെ ഒത്തിരി ഉയരഞ്ഞത്. അവരെ പൂർണ്ണമായിട്ടും സർക്കാർ ചെലവിൽ താമസിപ്പിച്ച് താമസം, ഭക്ഷണം, ഡ്രസ്സ്, ഫീസ്, ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ സർവവും കൊടുത്ത് വികസിപ്പിച്ചെടുക്കാമെങ്കിൽ അവരിൽ ഉന്നതരായ ശാസ്ത്രജ്ഞന്മാരും സാഹിത്യ പ്രമുഖരും നിശ്ചയമായിട്ടുണ്ടാവും. കാരണം നമ്മുടെ പൈതൃകം അവരിൽ ഉറങ്ങിക്കിടക്കുക. അത് ഈ ആധുനിക മനുഷ്യനെന്ന് അവകാശപ്പെടുന്നവരിൽ കുറേ ആവശ്യമില്ലാത്ത വസ്തുക്കൾ വന്ന് ചേർന്ന് അല്പം വികലത ബാധിച്ചിട്ടുണ്ട് ചിന്താശേഷിയിലും ചിന്തയിലും മറ്റുമൊക്കെ. എന്നാൽ വനവാസികളായ ആൾക്കാരിൽ അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് തീരെയില്ല. അവരിൽ നമ്മുടെ ഭാരതീയ തനിമയുണ്ട്. അവരെ എടുക്കേണ്ടത് ചുമതല ഭാരതീയർക്കുണ്ട്. വലിയ സമ്പത്ത്, വലിയ നിധികളാണ് ഓരോ വ്യക്തിയും ഈ വനവാസികൾ. അതുകൊണ്ട് അതുപോലെയുള്ള നമ്മൾ വിചാരിക്കുന്നവരെല്ലാം അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുമ്പം
പെട്ടെന്ന് വികസിച്ച് വരുന്ന കാണാം. അധികകാലം വേണം, 1-2 തലമുറകൾ തന്നെ അവരിൽ നിന്നും ഉയർന്ന ശാസ്ത്രജ്ഞന്മാരും വലിയ ചിന്തകരും വലിയ ഈ രാഷ്ട്രപ്രമുഖരും ഉണ്ടാവും. ഒരു കുറവുകളില്ല. അവരെല്ലാവർക്കും അവസരങ്ങളുടെ കുറവുകൊണ്ട് മാത്രമാണ്. എല്ലാവരും 1000 കൊല്ലം എല്ലാവരും അനുഭവിച്ച് അതേ പ്രശ്നം അവരും അനുഭവിച്ചു. അതായത് മേലാളന്മാരുടെ കീഴിൽ നിന്നു എന്നുള്ളതാണ് അവരുടെ വളർച്ച തടസ്സം വന്നത്. എല്ലാവർക്കും ഉണ്ട് ആ തടസ്സം. ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള എല്ലാവർക്കും ആ തടസ്സം നേരിട്ടു. അവരുടെ ചിന്താശേഷി ഏതാണ്ട് പ്രകടമാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു ഇവിടെ. വനവാസികൾക്ക് ഇന്ന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളല്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരെ താമസിപ്പിക്കാനുള്ള ഭക്ഷണം, ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠിക്കാൻ മിടുക്കരായ മുഴുവൻ പേരെയും വനവാസികളെ എടുത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ രാജ്യം അതിവേഗം വളരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത്ര പ്രതിഭ ഉള്ളവരാണ്. ഭാരതീയൻ്റെ ഈ തനിമ കൃത്യമായിട്ട് ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. അത് ഈശ്വരൻ പ്രകൃതിയിൽ കാത്തു സൂക്ഷിച്ചതാണ്. അവരിങ്ങനെ വേർതിരിഞ്ഞ് നിന്ന് അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കൊരു മുതലായിട്ട് കണക്ക് കൂട്ടി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് വരേണ്ടത് തന്നെയാണ്. അത് ഒട്ടും മുന്നോട്ട് വിട്ടുകൂടാത്തതാണ്. അവരുടെ വിദ്യാഭ്യാസ ചിലവ് കംപ്ലീറ്റ് അത് ഒരു മൂന്നാമത് വ്യക്തിയിലൂടെയല്ല, സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഓരോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ചേർന്നത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് നേരിട്ട്. നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കണം. അപ്പോൾ തന്നെ ഭാരതം ഈ ഇപ്പോൾ പുരോഗമിച്ചെന്ന് പറയുന്നവരുടെ സഹായം ഇല്ലാതെ പോലും ഈ വനവാസികളെ കൊണ്ട് തന്നെ രാജ്യം പുരോഗമിക്കും, വളരെ പുരോഗമിക്കും. ആ തനിമ, ഭാരതീയ തനിമ അവരിൽ ഉറങ്ങിക്കിടക്കുക കംപ്ലീറ്റ് ഉണ്ടത്. അത് നമ്മളുടെ ഒരു ചുമതലയാണ് നിശ്ചയമായിട്ടും.